കേസ് ഇൻഫർമേഷൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഹോർത്തൂസ് മലബാർക്കസിനെ കുറിച്ചാണ്. മലബാറിലെ ഔഷധ സസ്യങ്ങളെപ്പറ്റി പ്രതിപാദിക്കുന്ന ഡച്ചുകാർ തയ്യാറാക്കിയ പുസ്തകമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. മലബാറിലെ ഔഷധ സസ്യങ്ങളെപ്പറ്റി പ്രതിപാദിക്കുന്ന ഡച്ചുകാർ തയ്യാറാക്കിയ പുസ്തകമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവനയാണ് ഹോർത്തൂസ് മലബാറിക്കസ്. ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവനയാണ് ഹോർത്തൂസ് മലബാറിക്കസ്. ഹോർത്തൂസ് മലബാറിക്കസ് തയ്യാറാക്കിയത് ഏത് ഭാഷയിലാണ്? ലാറ്റിൻ ഭാഷയിലാണ്. ഹോർത്തൂസ് മലബാറിക്കസ് തയ്യാറാക്കിയത് ഏത് ഭാഷയിലാണ്? ലാറ്റിൻ ഭാഷയിലാണ്. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം രചിച്ചത് അഡ്മിറൽ വാൻഡ്രേഡ് ആണ്. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം രചിച്ചത് അഡ്മിറൽ വാൻഡ്രേഡ് ആണ്. കേരള രാമം എന്നറിയപ്പെടുന്ന ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. കേരള രാമം എന്നറിയപ്പെടുന്ന ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ച സ്ഥലം ആംസ്റ്റർഡാമാണ്. ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ച സ്ഥലമാണ് ആംസ്റ്റർഡാം. ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ച വർഷം 1678 മുതൽ 1703 എന്നാൽ SCERT പാഠപുസ്തക പ്രകാരം 1678 മുതൽ 1693 കാലയളവാണ് പ്രതിപാദിക്കുന്നത്. 12 വാല്യങ്ങളായാണ് ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. 12 വാല്യങ്ങളാണ് ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഹോർത്തൂസ് മലബാറിക്കസിൽ പ്രതിപാദിച്ചിരിക്കുന്ന ആദ്യത്തെ വൃക്ഷമാണ് തെങ്ങ്. എന്നാൽ അവസാനത്തെ വൃക്ഷം ആലാണ്. ആദ്യത്തെ വൃക്ഷം തെങ്ങും അവസാനത്തെ വൃക്ഷം ആലും. മലയാള ലിപി അച്ചടിച്ച ആദ്യ ഗ്രന്ഥം ഹോർത്തൂസ് മലബാറിക്കസ്. മലയാള ലിപിയിൽ അച്ചടിച്ച ആദ്യത്തെ ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ വാക്കാണ് തെങ്ങ്. മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ വാക്കാണ് തെങ്ങ്. ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ രചനയിൽ സഹായിച്ച മലയാളി വൈദ്യൻ ഇട്ടി അച്യുതൻ. ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ രചനയിൽ സഹായിച്ച മലയാളി വൈദ്യൻ ഇട്ടി അച്യുതൻ. ഇട്ടി അച്യുതൻ സ്മാരകമായ കുരിയാള സ്ഥിതി ചെയ്യുന്ന സ്ഥലം കടക്കരപ്പള്ളി. ആലപ്പുഴ ജില്ലയിലെ കടക്കരപ്പള്ളിയിലാണ് ഇട്ടി അച്യുതൻ സ്മാരകമായ കുരിയാള സ്ഥിതി ചെയ്യുന്ന സ്ഥലം. ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ രചനയിൽ സഹായിച്ച ഗൗഡസാരസ്വത ബ്രാഹ്മണർ രംഗഭട്ട്, അപ്പുഭട്ട്, വിനായകഭട്ട്. ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ രചനയിൽ സഹായിച്ച ഗൗഡസാരസ്വത ബ്രാഹ്മണർ രംഗഭട്ട്, അപ്പുഭട്ട്, വിനായകഭട്ട്. ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ രചനയിൽ സഹായിച്ച കാർമൽ പുരോഹിതർ ജോൺ മാത്യൂസ്. ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ രചനയിൽ സഹായിച്ച കാർമൽ പുരോഹിതൻ ജോൺ മാത്യൂസ്. ഹോർത്തൂസ് മലബാറിക്കസിലെ ചിത്രങ്ങൾ വരച്ചത് ജോൺ മാത്യൂസ്. ഹോർത്തൂസ് മലബാറിക്കസിലെ ചിത്രങ്ങൾ വരച്ചത് ജോൺ മാത്യൂസ്. 691 ആധുനിക വർഗത്തിൽപ്പെട്ട 742 സസ്യങ്ങളെക്കുറിച്ചും അവയുടെ ഔഷധ ഗുണങ്ങളെക്കുറിച്ചും വിവരിക്കുന്നതാണ് ഹോർത്തൂസ് മലബാറിക്കസ്. 691 ആധുനിക വർഗത്തിൽപ്പെട്ട 742 സസ്യങ്ങളെക്കുറിച്ചും അവയുടെ ഔഷധ ഗുണങ്ങളെക്കുറിച്ചും വിവരിക്കുന്നു. 794 ചിത്രങ്ങളായിരുന്നു ഹോർത്തൂസ് മലബാറിക്കസിൽ ഉണ്ടായിരുന്നത്. 794 ചിത്രങ്ങളായിരുന്നു ഹോർത്തൂസ് മലബാറിക്കസിൽ ഉണ്ടായിരുന്നത്. ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ രചനയിൽ സഹായിച്ച പരിഭാഷകനാണ് ഇമ്മാനുവൽ കർണേറോ. ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ രചനയിൽ സഹായിച്ച പരിഭാഷകനാണ് ഇമ്മാനുവൽ കർണേറോ. ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ മലയാളം പതിപ്പ് പ്രസിദ്ധീകരണത്തിന് നേതൃത്വം നൽകിയത് കേരള സർവകലാശാല. ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ മലയാളം പതിപ്പ് പ്രസിദ്ധീകരണത്തിന് നേതൃത്വം നൽകിയത് കേരള സർവകലാശാലയാണ്. ഹോർത്തൂസ് മലബാറിക്കസ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് KS മണിലാൽ. ഹോർത്തൂസ് മലബാറിക്കസ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് KS മണിലാൽ. KS മണിലാലിന് പത്മശ്രീ ലഭിച്ച വർഷം 2020. KS മണിലാലിന് പത്മശ്രീ ലഭിച്ച വർഷം 2020. ഇനി നമുക്കൊന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ഉത്തരം കണ്ടെത്തുക. കേരളത്തിലെ ഔഷധ സസ്യങ്ങളെക്കുറിച്ച് എഴുതിയ ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. ശരിയാണോ തെറ്റാണോ? ശരിയാണല്ലേ. രണ്ടാമത്, ഡച്ച് ഗവർണർ ആയ വാൻഡ്രേഡാണ് ഈ ഗ്രന്ഥം രചിച്ചത്. അതും ശരിയാണ്. ഈ ഗ്രന്ഥത്തിന് അനുബന്ധമായി തയ്യാറാക്കിയതാണ് പ്രയോഗ സമുച്ചയം. അത് ശരിയാണോ തെറ്റാണോ? അത് തെറ്റാണല്ലേ. അടുത്തത് 1678 1703 ആംസ്റ്റർഡാമിൽ നിന്നാണ് ഈ ഗ്രന്ഥം പുറത്തിറക്കിയത്.
അത് ശരിയാണോ തെറ്റാണോ? ശരിയാണല്ലേ. അപ്പം ഓപ്ഷൻ സി ആണ് ഉത്തരം. 1, 2, 4. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.